നെക്സ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്ന് പറയുന്നത് ക്ലോഡ് ലെവി സ്ട്രോസ് ആണ്. ഹീ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറലിസ്റ്റ്. ഓക്കെ, സോ ഇദ്ദേഹത്തിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടും നെറ്റിൻ്റെ എക്സാംസിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. സോ ലെറ്റ് us ഡിസ്കസ് ഓൺ ക്ലോഡ് ലെവി സ്ട്രോസ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് സ്ട്രക്ചറലിസ്റ്റാണ്. For functionalism, society is a kind of living creature consisting of parts which can be directed and distinguished. For structuration, it is the analogy from the language which helps in conceptualizing the society. അപ്പം സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ക്രീച്ചറിനോടാണ് ഫങ്ഷണലിസം സൊസൈറ്റിയെ ഉപമിക്കുന്നതെങ്കിൽ ഇവിടെ ലാംഗ്വേജുമായിട്ടുള്ള ഉപമകളാണ് കൂടുതലായിട്ടും ക്ലോഡ് ലെവി സ്ട്രോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോഡ് ലെവി സ്ട്രോസിൻ്റെ ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. ആക്ച്വലി നമ്മുടെ പഠനങ്ങൾ, ഈ ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള പഠനങ്ങളൊക്കെ ശരിക്കും ഭാഷാപരമായിട്ടുള്ള പഠനങ്ങളും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ ക്ലോഡ് ലെവി സ്ട്രോസും നമ്മുടെ പല സ്ട്രക്ചറലിസ്റ്റുകളും ഒക്കെ ഡിസ്കഷനിൽ വരാറുണ്ട്. ഓക്കെ, he makes 3 distinctions. That is, അദ്ദേഹത്തിൻ്റെ സ്റ്റഡിക്ക് 3 ഡിസ്റ്റിങ്ഷനാണ്. ഫസ്റ്റ് വൺ ഇസ് ബിറ്റ്വീൻ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഓൺ മോഡൽസ്. The second one is conscious and unconscious characters of the model, and between mechanical and statistical models. ഇങ്ങനത്തെ ഈ 3 രീതിയിലാണ് ഇദ്ദേഹം സ്ട്രക്ചറലിസത്തിൻ്റെ പഠനത്തെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നത്. First one is observation of social relations and construction of model. After these facts need to be distinguished from. ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംഷെയർ സോഷ്യോളജിസ്റ്റുകളുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തരാണ് ഈ ആന്ത്രപ്പോളജിസ്റ്റുകൾ എന്നൊക്കെ. അതായത് ഒരു റൂമിലിരുന്ന്, ഒരു കസേരയിലിരുന്നിട്ട് മനോഹരമായിട്ട് ആലോചിച്ച് ഭാവനയുടെ ഒരു അകമ്പടിയോടുകൂടെ കുറേ തിയറീസൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തരാണ് ഈ ചില പുതിയ ആന്ത്രപ്പോളജിസ്റ്റ്, മലിനോവ്സ്കി മുതലുള്ള ആൾക്കാരൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ ഗോസ് ഡയറക്ട്ലി ഇൻ ടു ദ ഫീൽഡ് ആൻഡ് ദേ ഒബ്സർവ്. ഒബ്സർവേഷൻ മാത്രമല്ല, അവരവിടെ നിന്ന് അവരുടെ കൂടെ ഒരാളായി താമസിച്ച് ദീർഘകാലം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റഡിക്ക് ഒബ്സർവേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം സോഷ്യൽ റിലേഷൻഷിപ്പും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ഒക്കെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അദ്ദേഹം ഒബ്സർവേഷനിലൂടെയും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ ഓൺ മോഡൽ. ഹി മീൻസ് ബൈ എക്സ്പെരിമെൻറ്റേഷൻ ദ കൺട്രോൾഡ് കമ്പാരിസൺ ഓഫ് മോഡൽസ് ഓഫ് ദ സെയിം ഓർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്. അപ്പോൾ 2 or 3 സൊസൈറ്റികൾ എടുക്കുകയും അവ തമ്മിലുള്ള കമ്പാരിസൺസ് നടത്തുകയും, നമ്മൾ മൂവീസൊക്കെ കാണുന്ന സമയത്തെ, നമ്മുടെ ഇംഗ്ലീഷ് മൂവീസോ അല്ലെങ്കിൽ ഫ്രഞ്ച്, റഷ്യൻ മൂവീസൊക്കെ കാണുന്ന സമയത്ത് അവിടുത്തെ സൊസൈറ്റിയുടെ പ്രത്യേകതകളൊക്കെ അറിയാനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി അല്ലേ. നമ്മുടേതുപോലെ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ അതിലുണ്ടോ എന്നൊക്കെ തിരയുക ഒക്കെ സ്വാഭാവികമല്ലേ. ഇപ്പോൾ ചൈനയിലൊക്കെ മൂവീസ് കാണുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള സാദൃശ്യം ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ സൊസൈറ്റിയുമായിട്ടൊക്കെ. ഓക്കെ, അപ്പം അത് കൾച്ചറലായിട്ട്, എക്സ്പെഷ്യലി ഏഷ്യൻ കൺട്രീസ് ആയതുകൊണ്ട് കൾച്ചറലായിട്ടുള്ളൊരു സിമിലാരിറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് വാട്ട് വിൽ ബി ദ ഡിഫറൻസ്, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാറില്ലേ. അപ്പം അത്തരത്തിൽ ഒരു സംഭവത്തിനെയാണ്, അത്തരത്തിലുള്ളൊരു കമ്പാരിസനെയാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയിലെ സ്ട്രക്ചറിനെ പഠിക്കാൻ സാധിക്കും. ഒന്ന് ഒബ്സർവേഷനിലൂടെ, കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷനിലൂടെ. ഓക്കെ, in structural analysis, first step is to observe the fact and to observe the fact, and from this models are constructed and best is chosen. ഈ ഫസ്റ്റത്തെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യണം, ഏറ്റവും നല്ലൊരു മോഡൽ നമ്മൾ ചൂസ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, അതിനുശേഷം അത് ഏറ്റവും നല്ലത് ഏതാണോ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, next is distinction between conscious and unconscious model. It's made with reference to the society under study. നമ്മൾ പഠിക്കുന്ന സൊസൈറ്റിയെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി വെച്ചുകൊണ്ടാണ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മോഡൽ എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഉണ്ടാക്കുക. ഓക്കെ,
നമ്മളൊരു സൊസൈറ്റിയെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കാം. അത് ഹോം മെയ്ഡ് മോഡലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇൻസൈഡേഴ്സ് മോഡൽ. അപ്പം ഒരു വ്യക്തിയോട് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളോട് എന്ത് ചെയ്യാണ്, ഇൻ്റർവ്യൂസൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന മോഡൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിലൊരു വ്യക്തിയായി ജീവിക്കുന്ന സമയത്ത് ഒരു ഇൻസൈഡറിൻ്റെ മോഡലാണത്. ഓക്കെ, അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് മാത്രമാണ് നമ്മൾ പെരിഫറലായിട്ട് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു മീനിങ്ങോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ലേ, എന്താ പറയുന്നത്, ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ മാനങ്ങളും എന്താ പറയുന്നത്, അവരുടെ ഡീപ്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെരിഫറലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോഡലൈസ് ചെയ്യാൻ പറ്റും. അതേസമയം അവിടുത്തെ അതിൻ്റെ ഒരു ഡീപ്നെസ്സിനെ പറ്റിയിട്ടോ അതിൻ്റെ ഒരു പിന്നിലുണ്ടാകുന്ന എക്സ്പ്ലനേഷൻസിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ബോധേഡല്ല. അത്തരത്തിലുള്ളൊരു ഇതിനെയാണ് കോൺഷ്യസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അൺകോൺഷ്യസ് ആണെങ്കിൽ എന്താണ്, ഒരു സൊസൈറ്റിയെ പറ്റി ഡീപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ്, അതായത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സാമൂഹികമായിട്ടുള്ള ഫിനോമിനൻസ് അല്ലെങ്കിൽ എന്താണ് പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങളെ പറ്റിയിട്ടുള്ള അതിൻ്റെ മീനിങ്സ് എന്താണ്, അണ്ടർലൈനിങ് ആയിട്ടുള്ള മീനിങ്സ് എന്താണ്, ഇതിനെയൊക്കെ പറ്റി ഡീപ്പറായിട്ട് പഠിക്കുന്ന ഒരു ടൈപ്പ്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചറലിസത്തിനെ പഠിക്കാൻ പറ്റും. ഫസ്റ്റ് ഇസ് കോൺഷ്യസ് മോഡൽ ആൻഡ് ദെൻ ഇറ്റ് ഇസ് അൺകോൺഷ്യസ് മോഡൽ. കോൺഷ്യസ് മോഡൽ ഡീൽസ് ഓൺലി വിത്ത് ദ what is happening peripherally. അതേസമയം unconscious model will deeply dig into the situation or phenomena. Okay.